ചില ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പം അല്ലെങ്കിൽ ചില പരിപാടിക്കൊക്കെ ചെല്ലുമ്പം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുള്ള അടുത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പം നമ്മളോട് ചിലർ വന്ന് ചോദിക്കും എന്ത് ചെയ്യുക, ജോലിയുണ്ടോ എന്നിങ്ങനെയൊക്കെ ചോദിക്കും ഇല്ലേ. അപ്പോൾ കുറേ ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്കെല്ലാം ജോലിക്കാരായിരിക്കാം, അവരെല്ലാം നല്ല പൊസിഷനിലുള്ള സാമ്പത്തികമുള്ളവരായിരിക്കാം. എങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ജോലിയൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അവരങ്ങ് സ്ഥലം കാലിയാക്കിയിട്ട് അപ്പുറമുള്ളവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കും ഇല്ലേ. നമ്മളെ അപ്പോഴത്തേനും ശരി എന്നൊക്കെ പറഞ്ഞങ്ങ് ഒഴിവായി പോവുകയും ചെയ്യും. നമ്മളൊന്ന് വിചാരിക്കണം, ഈ മനുഷ്യൻ്റെ ഒരു ജോലിയിലോ അല്ലെങ്കിൽ ഒരു സമ്പത്തിലോ അല്ല ഒരാളുടെ ജീവിതം ഇരിക്കുന്നത്. ഒരാളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല. ഒരു പാവപ്പെട്ട കർഷകനാണെങ്കിൽ പോലും അവനിലൊരു വ്യക്തിത്വമുണ്ട്. അവനും അന്തസ്സായിട്ട് ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനാണ് മാന്യൻ. അല്ലാതെ ഒരു ജോലിക്കാരനായെന്നും പറഞ്ഞ് എല്ലാ തെമ്മാടിത്തരവും കാണിച്ച് ജീവിക്കുന്ന ഒരാൾ ഈ ലോകത്തുണ്ട് ഇല്ലേ. എല്ലാവരെയും നിശിതമായി വിമർശിക്കുന്ന, എല്ലാ തെമ്മാടിത്തരങ്ങളും കാണിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. എന്നാൽ ഒരു തെറ്റും കാണിക്കാതെ അന്തസ്സായി കുടുംബം നോക്കുന്ന എത്രയോ പാവപ്പെട്ടവരുണ്ട്. അപ്പം നമ്മളൊരു ജോലിയുടെ പേരിലോ ഒരു സ്റ്റാറ്റസിൻ്റെ പേരിലോ അല്ലെങ്കിൽ പണത്തിൻ്റെ പേരിലോ ആരെയും അളക്കാതിരിക്കുക. ഒത്തിരി അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ അങ്ങ് മൈൻഡ് ചെയ്യാണ്ടിരിക്കും. ഒരു പാവപ്പെട്ടവനാണെങ്കിൽ അവന് മൈൻഡ് ചെയ്യില്ല, മറ്റുള്ളവരെ എല്ലാം ഭയങ്കര കാര്യമായിട്ട് ഇച്ചിരി സെലിബ്രിറ്റികളായിട്ടുള്ളവരെ, ഇച്ചിരി പണക്കാരായിട്ടുള്ള, ഇച്ചിരി ജോലിയുള്ളവരെ, ഇച്ചിരി വിദ്യാഭ്യാസമുള്ളവരെ ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായത്. അങ്ങനെ തിരിച്ച് വ്യത്യാസങ്ങൾ കാണിക്കാതിരിക്കുക. കളറിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇങ്ങനെ ഇപ്പോഴും ഉണ്ടെന്നേ. ഇതൊന്നും മാറ്റാൻ ജനങ്ങൾ തയ്യാറല്ല. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ.